ഒരു സിമ്പിൾ പ്രോൺ റൈസ് റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പ്രോൺസ് നേരത്തെ തന്നെ ബേസിക് മസാലാസ് ഒക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ആയതിനു ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതേ സെയിം പാനിൽ തന്നെ ഗാർലിക്കും ഓണിയനും ഇഞ്ചിയും ബീട്രൂട്ടും എല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ബീട്രൂട്ടാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത് പക്ഷേ ബീട്രൂട്ട് ഇട്ടുണ്ടാക്കിയതാണെന്ന് പറയില്ല. എൻ്റെ കുട്ടികൾ ബീട്രൂട്ട് കഴിക്കാത്തത് കൊണ്ട് ഞാൻ ഇവരെ കൊണ്ട് ഇങ്ങനെയാണ് ബീട്രൂട്ട് കഴിപ്പിക്കാറ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കൊഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ നേരത്തെ ചെറിയ ഗ്രാമ്പും കറുവപ്പട്ടയൊക്കെ ഇട്ട് വേവിച്ച് വെച്ച ഞാനിവിടെ യൂസ് ചെയ്യുന്ന ജീരകശാല റൈസാണ്. ജീരകശാല റൈസ് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ഈ കൊഞ്ചിൻ്റെ മിക്സ്ചറും റൈസും എല്ലാം കൂടി ഒരു 2-3 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രോൺ റൈസ് റെഡിയായി കഴിഞ്ഞു. ഇത് നല്ല ചെറിയ ചൂടോടെ കഴിക്കാനാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ പപ്പടവും തൈരും അല്ലെങ്കിൽ കുറച്ച് സാലഡും ഒക്കെ ഇട്ട് കഴിച്ചാൽ അടിപൊളിയായിരിക്കും. കുട്ടികൾക്കാണെങ്കിലും വളരെ ഇഷ്ടപ്പെടും. ബീട്രൂട്ട് ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അവർക്കും കഴിക്കാൻ പറ്റും. ഞങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ.